സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് തട്ടിപ്പിനെ സംബന്ധിച്ച ഒരു വാർത്തയാണ്. പത്തനംതിട്ടയിൽ വീണ്ടും സൈബർ തട്ടിപ്പ് നടന്നിരിക്കുന്നു. പത്തനംതിട്ട തെക്കേമല സ്വദേശി ബിനു കാർത്തികേയൻ ആണ് ഈ തട്ടിപ്പിന് ഇരയായത്. 46 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് നഷ്ടമായിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയുടെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത്. കേസിൽ പ്രധാന പ്രതി പിടിയിലായിട്ടുണ്ട്. പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭോപ്പാൽ സ്വദേശി മാനവേന്ദ്ര സിംഗ് ആണ് പോലീസിന്റെ വലയിലായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ശശിനാരായണൻ നൽകും. ശശിനാരായണൻ, ഈ ക്രിപ്റ്റോ കറൻസി എന്ന പേരിലുള്ള തട്ടിപ്പ് കുറേ കാലമായി തന്നെ നടക്കുകയാണ്. എന്നിട്ടും ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതിൻ്റെ സൂചന കൂടിയാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പിടിയിലായ മാനവേന്ദ്ര സിംഗ് വ്യക്തമാക്കുന്നത്? മനു, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരവധി തട്ടിപ്പുകൾ, അതായത് സൈബർ തട്ടിപ്പുകൾ തുടരെ നടക്കുമ്പോഴും ഇത്തരം ആളുകൾ ഇത്തരമുള്ള കെണികളിൽ ചെന്ന് അകപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസമാണ്, 2 ദിവസം മുമ്പാണ് യാക്കോബ സഭയുടെ മുൻ നിരണം ഭദ്രാസനാധിപൻ മാർ കുർലോസ് തട്ടിപ്പിനിരയായത്. 15 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. അത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ഇത് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് വഴിയാണ് ഇതിന്റെ ഒരു ഇടപാടുകളൊക്കെ ആദ്യഘട്ടത്തിൽ നടന്നത്. ഇത് കോഴഞ്ചേരി തെക്കേമല സ്വദേശി വിനു കാർത്തികേയനാണ് 46 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഭോപ്പാൽ സ്വദേശിയായ മാനവേന്ദ്ര സിംഗ് ആണ് ഇത്തരത്തിൽ, മാനവേന്ദ്ര സിംഗും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ വർഷം 2023 ജൂലൈ 7 മുതൽ ഡിസംബർ 12 വരെയാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇദ്ദേഹം ഇരയായത്. പല പ്രാവശ്യം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയുമാണ് അദ്ദേഹത്തെ ഈ വിനു കാർത്തികനെ ഇവർ കബളിപ്പിച്ചത്. 46 ലക്ഷം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തിരിക്കുന്നു. $, അതായത് ക്രിപ്റ്റോ കറൻസിയിലേക്ക് പണം നൽകുകയാണെങ്കിൽ 100 രൂപ നൽകിയാൽ 1000 രൂപ 24 മണിക്കൂറിനകം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. അങ്ങനെ പലതവണ ഇത് പണം നൽകുകയും ഇടയ്ക്ക് പണം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പരസ്പരം അങ്ങനെ കൈമാറുകയും ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കുകയും ആ പണം പിന്നീട് തിരിച്ചു കൊടുക്കാതെ വരിക എന്നൊരു സാഹചര്യം ഉണ്ടായി. പല പ്രാവശ്യം ഇത് ആവശ്യപ്പെട്ടും കൊടുക്കാതെ വന്നതുകൂടിയാണ് ഇദ്ദേഹം തട്ടിപ്പിനിരയായെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ എന്തായാലും ശശിനാരായണൻ, ഇത് ആളുകൾ പെട്ടെന്ന് സമ്പന്നനാകാം എന്നൊക്കെയുള്ള ധാരണയിൽ ആണ് ഇത്തരം കെണികളിൽ ചെന്ന് ചാടുന്നത്. ഇവിടെ 46 ലക്ഷം കയ്യിലുണ്ടായിരുന്ന ഒരാളാണ് കൂടുതൽ പണം കിട്ടാനായി അല്ലെങ്കിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ ഇത്തരം കെണിയിൽ ചെന്ന് അകപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എന്നത് ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ ഇത്തരം ആളുകളെ കെണി വെച്ച് പിടിക്കാൻ കാത്ത് ഇങ്ങനെ സൈബർ ലോകത്ത് അവരുടെ പ്രയാണം നടത്തുകയാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഭോപ്പാലിൽ നിന്ന് പിടിയിലായിട്ടുള്ള ഈ മാനവേന്ദർ. ഈ മാനവേന്ദ്രനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി പോലീസിന് ലഭിക്കുന്നുണ്ടോ? ഇയാൾ ഈ ബിനുവിനെ മാത്രമേ പറ്റിച്ചിട്ടുള്ളോ, അതോ കൂടുതൽ ഒരു വലിയ സംഘം ആളുകൾ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ? മനു, ഈ മാനവേന്ദ്ര സിംഗ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള 4ഓളം പേരുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളത്. ഇദ്ദേഹത്തെ ഭോപ്പാലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമാനമായ തട്ടിപ്പുകൾ രാജ്യത്തെ പല സ്ഥലത്തും ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും വളരെ വിദഗ്ധമായ രീതിയിലാണ്, വളരെ വിദ്യാസമ്പന്നരായ ആളുകളെയാണ് ഇത്തരത്തിൽ ഇവർ കബളിപ്പിക്കുന്നത്. അത്തരത്തിൽ ഇത്തരമുള്ള ഫേസ്ബുക്ക് ലിങ്കുകൾ, ഈ അധികത്തിൽ പണം നേടാനുള്ള രീതിയിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ഈ വ്യക്തികളെ ഇവർ വലയിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്നത്. എന്തായാലും 46 ലക്ഷം രൂപ വലിയൊരു എമൗണ്ട് ആണ് ഈ ആറന്മുള തെക്കേമല സ്വദേശി വിനു കാർത്തികന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ തൊട്ട്, കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി മുതൽ ഈ ഡിസംബർ 12 വരെ, കഴിഞ്ഞ 2020 ഡിസംബർ 12 വരെയുള്ള കാലഘട്ടത്തിൽ പലതവണകളായി ഇദ്ദേഹത്തെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പെടുത്താൻ ഇരട്ടി തുക കിട്ടും എന്നുള്ളതാണ് വാഗ്ദാനം. അതായത് 100 രൂപ നിങ്ങൾ ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടുമായി നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ 24 മണിക്കൂറിനകം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അതായത് 10 ഇരട്ടി അല്ലേ? 10 ഇരട്ടി. അതെ, 10 ഇരട്ടിയാണ് അത് പറഞ്ഞത്. 10 ഇരട്ടി തുക വാഗ്ദാനം ചെയ്താണത്. പലപ്പോഴും ഇടയ്ക്ക് പണമൊക്കെ നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു എമൗണ്ട് നിക്ഷേപിച്ചപ്പോഴാണ് ഇവർ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് ഈ കെണി ഒരുക്കുന്നതിൽ. ആദ്യം ചെറിയ തുക ഇവർ ഒരു ട്രയൽ എന്ന രീതിയിൽ ആദ്യം ചെറിയ പണം നിക്ഷേപിച്ചു നോക്കുന്നു. അപ്പോൾ അതിൻ്റെ 10 ഇരട്ടി കിട്ടുന്നു. അങ്ങനെ അടുത്ത ഘട്ടം അടുത്ത പണം നിക്ഷേപിക്കുന്നു.
അങ്ങനെ ആകുമ്പോൾ മറ്റ് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും പണം സമാഹരിച്ച് ഏറ്റവും ഒടുവിൽ വലിയ ഒരു തുക കൊണ്ടുപോയി ഒറ്റയടിക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ മുഴുവനായും പോകുന്നു. ഇതല്ലേ സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ സംഭവിക്കുന്നത്? മനു, അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം, ഈ തട്ടിയെടുത്ത പണം ഇവർക്ക് പിന്നീട് കേസ് കൊടുത്താൽ പോലും തിരിച്ചു ലഭിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. 15 ലക്ഷം രൂപ ഈ യാക്കോബ സഭയുടെ മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസ് നഷ്ടമായിട്ടെങ്കിലും ആ പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് കേസുകൾ ഉണ്ടെങ്കിൽ തന്നെ പോലീസും അത് തന്നെ ഇപ്പോൾ ഒരു അവയർനെസിന്റെ ഭാഗമായി ഇത് പറയുന്നുണ്ട്. പക്ഷേ ഈ തട്ടിപ്പ് നടത്തിയാൽ ഈ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പണം ഇവർക്ക് പിന്നെ കിട്ടുമെന്നൊരു പ്രതീക്ഷ നമുക്ക് പല കേസുകളിലും കിട്ടാതിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അതിൽ തുച്ഛമായ എമൗണ്ടുകളൊക്കെ മാത്രമാണ് പിന്നീട് വലിയ രീതിയിലുള്ള പോലീസിന്റെ അന്വേഷണത്തിലോ ഒക്കെ കണ്ടെത്തിക്കൊണ്ട് ലഭിക്കുക. അതും സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലുള്ള തട്ടിപ്പുകൾ പലതരത്തിലുള്ള മാധ്യമങ്ങളിൽ വരുമ്പോഴും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെ ഈ വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരം കെണിയിൽ അകപ്പെടുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം. ഏതായാലും ഈ ശശി സൂചിപ്പിച്ചതുപോലെ ഈ പണം പെട്ടെന്ന് തന്നെ മാറ്റാനൊക്കെയുള്ളൊരു ശ്രദ്ധ എപ്പോഴും, അല്ലെങ്കിൽ അതിനുള്ളൊരു ജാഗ്രത ഈ തട്ടിപ്പ് സംഘങ്ങൾ എപ്പോഴും കാണിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ മാർ കൂർലോസ് തിരുമേനിയെ പോലുള്ള അഭിവന്ദ്യരായ ആളുകൾ പോലും ഇവരുടെ തട്ടിപ്പിന് പാത്രങ്ങളാകുന്നു എന്നത് നമുക്കിവിടെ വ്യക്തമാണ്. ഈ പണം പെട്ടെന്ന് തന്നെ മാറ്റുകയും പിന്നീട് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്ന ഈ തട്ടിപ്പ് സംഘങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇവർ ഇവിടെ ഭോപ്പാലിൽ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അവരെ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടാൽ ഇവരിനി ചിലപ്പോൾ തിരിച്ചു പോലും വരില്ല. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ ഈ ഉത്തരേന്ത്യൻ കുറ്റവാളികളെ എത്തുന്ന ആളുകളിൽ കുറ്റവാളികളായുള്ള ആളുകളിൽ കണ്ടിട്ടുണ്ട്. അവരെ ഇവിടെ കൊണ്ടുവരും, അവർ പോലീസ് ഇവിടുന്ന് കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് പിടികൂടുന്നു, ഇവിടെ എത്തിക്കുന്നു. ഒടുവിൽ കോടതിയിലെത്തുമ്പോൾ ജാമ്യം എന്നുള്ളത് ഒരു സ്വാഭാവിക നീതിയായാണ് നമ്മുടെ നിയമ സംവിധാനം കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ജാമ്യം ഒപ്പിക്കുന്നു, പിന്നെ ഇവർ മുങ്ങുന്നു. ഇവരെ ഒരു കാരണവശാലും പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ പണം എന്ത് ചെയ്തു എന്നത് അന്വേഷിക്കാൻ പോലീസിൻ്റെ പരിമിതികൾ, ഇതെല്ലാം ഇവർ ഒരു ആയുധമാക്കി, ഇതെല്ലാം മുതലാക്കി കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം പല പ്രാവശ്യം ഇത്തരം പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന്റെ ജാമ്യത്തിൽ തുടങ്ങിയ ശേഷം പിന്നീട് ഇവരെ കണ്ടെത്താൻ കഴിയുന്നത്. ഇപ്പൊ ഇത് തന്നെ വളരെ പോലീസ് സാഹസികമായി വളരെ രഹസ്യമായി പോയാണ് ഈ ഭോപ്പാലിൽ പോയാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് വരുന്നത്. വളരെ സൈബറിൽ കൊടുത്ത കേന്ദ്രങ്ങൾ കൂടിയും ഒക്കെ പോലീസിന്റെ സൈബർ സെല്ലിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രതിയിലേക്ക് എത്തിയത്. അവിടുന്ന് വളരെ രഹസ്യമായി പോലീസുകാർ അവിടെ പോവുകയും ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ ചെന്നതിന് ശേഷം. സ്വാഭാവികം വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പോലീസ് അത് വളരെ തന്ത്രപൂർവ്വം ചെന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. പക്ഷേ ഒരാളെ മാത്രമാണ് കിട്ടിയുള്ളത്. ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആളാണ് ഈ മാനവേന്ദ്ര സിംഗ്. മാനവേന്ദ്ര സിംഗിനോടൊപ്പം 4ഓളം പേരുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാക്കിയുള്ളവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പ്രധാന പ്രതിയെ പോലീസ് പിടിച്ചു, ഇപ്പോൾ ആറന്മുളയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിന്റെ സ്വഭാവം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാലാണ്. സൈബർ കുറ്റങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പോലീസ് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ബോധവൽക്കരണം നടത്തിയിട്ട് പല പ്രാവശ്യം അത്തരം മെസ്സേജുകളും കാര്യങ്ങളും അറിയിപ്പുകളും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ തന്ത്രപൂർവ്വം ഇത്തരം ആളുകളുടെ കെണിയിൽ ചെന്ന് വീണിട്ട് പണം നഷ്ടമാകുമ്പോഴാണ് ഇത്തരം പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുള്ള ഖേദകരമായ അവസ്ഥ കൂടി നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കാണേണ്ടി വരും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മാർ കുർലോസിന് പണം നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ തയ്യാറായത് ആളുകൾക്കൊരു ബോധവൽക്കരണത്തിന് ഭാഗമാണ് എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് കുർലോസ് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായത്. അതുപോലെ നിരവധി ആളുകൾ ഇത്തരത്തിൽ പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇത് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പോലീസ് ആളുകൾക്ക് ഇതിന്റെ ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടും വീണ്ടും ഇത്തരം നമ്മുടെ ഇടയിലെ സമൂഹത്തിലെ വളരെ പ്രമുഖരായ ആളുകൾ ഇത്തരം തട്ടിപ്പുകൾ ചെന്ന് വീഴുന്നു. പക്ഷെ പണം ഒരിക്കലും ഈ തട്ടിപ്പ് നടത്തിയ പണം ഇവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ കേസുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. പ്രതികൾ വളരെ തന്ത്രപൂർവ്വം ജാമ്യത്തിലെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്യും. അത്തരം പ്രതികളെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇത് ഗൗരവകരമായ തട്ടിപ്പ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഒരു വർഷമായി പോലീസ് കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം പണം നഷ്ടപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. പിന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ പോലീസ് വളരെ തന്ത്രപരമായി പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലേക്ക് നടത്തേണ്ടതാണ് ഇപ്പോൾ ഈ മാനവേന്ദ്ര സിംഗിനെ ഭോപ്പാലിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരുന്ന ആളുകളിലും സ്വാഭാവികമായിട്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇനിയും ആളുകൾ ഇരയാകാൻ സാധ്യതയുണ്ട്. കാരണം സൈബർ ലോകം അത്തരം ആളുകളെ വശീകരിക്കുന്ന രീതിയിൽ
തട്ടിപ്പ് നടത്തുന്ന രീതിയിൽ പണത്തിന്റെ കാര്യത്തിൽ മനുഷ്യൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ സ്വാഭാവികം പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഇനിയും ഉണ്ടാകും. എന്തായാലും ഇത്തരം കുറ്റവാളികൾ, ഈ സാധാരണപ്പെട്ട ആളുകളെ തട്ടിപ്പ് നടത്തി പണം തട്ടിയെടുക്കുന്ന സംഘം പതിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മനു, യെസ്, വളരെ വ്യക്തമാണ് ശശിനാരായണൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഇത്തരം കേസുകളിൽ പെട്ടാൽ പിന്നെ പണം തിരിച്ചു കിട്ടുന്ന സാഹചര്യം വളരെ വളരെ കുറവാണ്. പോലീസിന് ഒരുപക്ഷെ വളരെയധികം ശ്രമകരമായി ചെന്ന് ഈ ആളുകളെ ഉത്തരേന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തു നിന്നോ ഒക്കെ പിടികൂടി കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നഷ്ടപ്പെട്ട പണം പിന്നെ തിരിച്ചു പിടിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരം കെണികളിൽ ചെന്ന് വീഴുന്നതിന് മുൻപ് ഈ പണം ഇരട്ടിയാക്കാം അല്ലെങ്കിൽ 10 ഇരട്ടിയാക്കാം എന്നൊക്കെ ആഗ്രഹിച്ച് മോഹിച്ച് പോകുന്നവർ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ് എന്നുകൂടി ആണ് ശശിനാരായണൻ വ്യക്തമാക്കുന്നത്.